വയനാടിനെ സംബന്ധിച്ചിടത്തോളം നാടിന് മുഴുവൻ നടക്കിയ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞ് 2 വർഷം പൂർത്തിയാകാൻ പോകുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ 11:15 ആരംഭിച്ച് മറ്റൊരു ദുരന്തത്തിന് വയനാട് സാക്ഷ്യം വഹിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അങ്ങേയറ്റം വേദനാജനകമായ കാര്യമാണ്. അപ്രതീക്ഷിതമായുണ്ടായ മലയിടിച്ചിൽ ഉണ്ടായ പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കാഷ്വാലിറ്റിയുമൊക്കെ നിങ്ങൾ ഇതിനകം തന്നെ അറിഞ്ഞു കാണും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അറിഞ്ഞ ഉടനെ തന്നെ ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്തെത്തുകയും ജില്ലയിലെ മുഴുവൻ സംവിധാനങ്ങളും അതിനനുസരിച്ച് തുറന്ന് പ്രവർത്തിക്കുകയും നിലവിലുള്ള സിസ്റ്റം നമുക്കറിയാം. ഇത്തവണ മഴയ്ക്ക് മുമ്പായിട്ട് തന്നെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും തിരുവനന്തപുരത്ത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മീറ്റിംഗ് കൂടി ഏറ്റവും പ്രധാനമായി അത് ചർച്ച ചെയ്ത് വയനാട്ടിലെ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മളിവിടെ നടത്തിയിരുന്നു. NDRF ഉൾപ്പെടെയുള്ള SDRF ഉൾപ്പെടെയുള്ള എല്ലാ ടീമും നമുക്കിവിടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചു കഴിഞ്ഞാൽ അഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നേരത്തെ നടത്തിയതാണ്. ഇന്ന് ഇത് സംഭവിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ഇത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മഴയും അതുപോലെ ട്രാഫിക്കിൻ്റെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അല്പം പ്രയാസം അനുഭവിച്ചെങ്കിലും എല്ലാവരും ജില്ലയിലെ കളക്ടർ ഉൾപ്പെടെയുള്ള DIG ഉൾപ്പെടെ എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. ഞങ്ങളൊക്കെ ഞാൻ കൃഷി വകുപ്പ് മന്ത്രി സിദ്ദീഖ് തിരുവനന്തപുരത്തായിരുന്നു. ഇത് CM-മായിട്ടുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് കാര്യങ്ങൾ അറിഞ്ഞത്. CM അപ്പോൾ തന്നെ ജില്ലയിലെ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറുമായി ബന്ധപ്പെട്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കൂടി നിർദ്ദേശപ്രകാരമാണ് ഞാൻ കൃഷി വകുപ്പ് മന്ത്രി സിദ്ദീഖ് ഇവിടെ എത്തിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ ഒരു വല്ലാത്ത ഒരവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. നമ്മൾ ഒരു വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ മറ്റു വിശദാംശങ്ങളൊക്കെ പിന്നീട് ആലോചിക്കാം. ഞങ്ങളിപ്പോൾ ആലോചിച്ച വളരെ വിശദമായൊരു മീറ്റിംഗ് ഞങ്ങൾ എടുത്തു. ജില്ലയിലെ ഒഫീഷ്യൽസും കൂടെ ഉണ്ടായിരുന്നു. പ്രാവശ്യം ഞങ്ങൾ ഒറ്റ ഫോക്കസാണ് കൊടുക്കുന്നത്. റെസ്ക്യൂ ഓപ്പറേഷൻ്റെ കാര്യത്തിലാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കും. ആ റെസ്ക്യൂ ഓപ്പറേഷനകത്ത് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ മഴയും കാലാവസ്ഥയുടെ പ്രതികൂലമായ അവസ്ഥ ഉണ്ടായിട്ട് പോലും റെസ്ക്യൂ ഓപ്പറേഷൻ നല്ല രീതിയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ ലഭിച്ച അവിടുന്ന് രക്ഷപ്പെടുത്തിയവർ മരണപ്പെട്ടവരുടെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ കൃഷി വകുപ്പ് മന്ത്രി നമ്മളോട് ഡീറ്റെയിൽഡായിട്ട് പറയും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് ഞാൻ കൂടി പറയുന്നത് പോകുന്നില്ല. ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ രാത്രി വൈകിയാണെങ്കിൽ എത്ര മാത്രം കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാകുന്നത് വരെയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ നമ്മൾ തുടരും. ഇനിയും അവരുടെ ഇതുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ അവർ തന്നിട്ടുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് 5 പേര് ഇപ്പോഴും മിസ്സിംഗ് ആണ്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം. അതുപോലെ തന്നെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. അപ്പോൾ അത് നമുക്ക് ശരിയാക്കി എടുക്കണം. അത് അങ്ങനെ ബ്ലോക്ക് ഒഴിവാക്കിയെങ്കിലേ നമുക്ക് മറ്റ് റെസ്ക്യൂ ഉള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അതൊക്കെ ഇന്ന് രാത്രി പൂർത്തീകരിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അപ്പോൾ വളരെ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ നാളത്തെ വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർത്തീകരിക്കണം എന്നുള്ള മിസ്സിംഗ് ആയ 5 ആളുകളെ തന്നെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന ആഗ്രഹത്തിലാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ഡിസ്കഷൻ നടന്നു. ബന്ധപ്പെട്ട കാര്യങ്ങൾ കൽപ്പറ്റയുടെ MLA കൂടിയായ കൃഷി വകുപ്പ് മന്ത്രി സിദ്ദീഖ് വളരെ വിശദമായി തന്നെ നമ്മളോട് തീരുമാനങ്ങളെക്കുറിച്ചും ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് സങ്കടകരമായിട്ടുള്ള ഈ സാഹചര്യം തുടക്കത്തിൽ തന്നെ വളരെ നന്നായി മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ ഏകോപനവും ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ദ്രുതഗതിയിൽ ആക്ട് ചെയ്യുകയും പരമാവധി സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തു. NDRFിൻ്റെ വയനാട്ടിലുള്ള സംഘവും കോഴിക്കോടുള്ള സംഘവും അതുപോലെ ഫയർ ഉൾപ്പെടെ സിവിൽ ഡിഫൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നും നല്ല രീതിയിലുള്ള നിർലോഭമായിട്ടുള്ള സഹകരണം ലഭ്യമാവുകയുണ്ട്. ഇതിൽ ഇനി 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഇപ്പോഴുള്ള എല്ലാ ശ്രദ്ധയും 2 കാര്യത്തിൽ ഏകോപനം നടത്താനുള്ള ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. ഒന്ന്,
റോഡ് ഗതാഗത യോഗ്യമാക്കി മാറ്റാൻ. ആ പ്രവർത്തനം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എത്തിക്കാനുള്ള തീരുമാനമുണ്ട്. രണ്ടാമത്തത് 4 സോണുകളാക്കി തിരിച്ച് വളരെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് തീരുമാനമുണ്ട്. 4 സോണുകളായി. ആ സോണുകളാക്കിയിട്ടുള്ള പരിശോധന ഇപ്പൊ തന്നെ ആരംഭിക്കുകയാണ്. അതില് ലൈവ് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും അംശമുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ളതായിരിക്കുന്ന 2 ഡോഗ്സ്, അതിൻ്റെ സാന്നിധ്യം നമുക്ക് ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യാനുള്ളതായ കെഡാവർ ഡോഗ്സ്, ആ കെഡാവർ ഡോഗ്സും ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന NDRFന്റെ 66 അംഗ ടീം അതിൻ്റെ ഫുൾ സ്വിംഗ് ഓപ്പറേഷൻസിന് മറ്റുള്ള ഘടകങ്ങളോടൊപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ മുതൽ അങ്ങോട്ടിപ്പം ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ 100-ൽ പരം ആളുകളുടെ സേവനം ഇന്ന് ലഭ്യമായി. നാളെ അതേപോലെ തന്നെ ഒട്ടും കുറയാതെ 110 ഫയർ ആളുകളുടെ സാന്നിധ്യവും, അതുപോലെ സിവിൽ ഡിഫൻസ് ഉൾപ്പെടെയുള്ള വോളണ്ടിയേഴ്സിന്റെ സാന്നിധ്യവും ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. പോലീസ് ഉൾപ്പെടെ മറ്റുള്ള സംവിധാനങ്ങളോടൊപ്പം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മരണപ്പെട്ടതായിരിക്കുന്ന ആളുകളുടെ ബോഡി അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എംബാം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കും. അതിനുശേഷം എയർ ലിഫ്റ്റ് ചെയ്ത് അത് അവരുടെ വീടുകളിൽ എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അതിൽ സർക്കാർ ഏകോപനം വഹിക്കും. അതിൽ കൊങ്കൺ റെയിൽവേയുടെ ഏകോപനമുണ്ട്, അവരുടെ ജീവനക്കാർ എന്നുള്ള നിലയിൽ അവരുടെ ഏകോപനമുണ്ട്, സർക്കാരിന്റെ ഏകോപനമുണ്ട്. അവരുടെ വീടുകളിൽ എത്തിക്കാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൽ കാണാതായ രാഹുൽ എന്ന് പറയുന്ന ഒരാളുടെ കുടുംബം, ഭാര്യ ഇവിടെ സ്ഥലത്തുണ്ട്. അപ്പോൾ അവരെ ടേക്ക് കെയർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള പ്രത്യേകമായി കരുതൽ കൊടുക്കണം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വരുന്ന കുടുംബങ്ങളെയും ഇവിടെയുള്ള കുടുംബാംഗങ്ങളെയും ബോഡിയുടെ കൂടെ അവരെ കൊണ്ടുപോകാനുള്ള നടപടിയും അതിൻ്റെ ഭാഗമായി ക്രമീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ മരിച്ചതായിരിക്കുന്ന 3 പേർ ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ബീഹാർ സ്വദേശികളായിട്ടുള്ള ആളുകളാണ്. ആ 3 ഡെഡ് ബോഡി എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. പരിക്കേറ്റവരിൽ നിങ്ങൾക്കറിയുന്നത് പോലെ 5 പേര് മിസ്സിംഗ് ആണ്. 3 പേർ ചികിത്സ തേടി ഇവിടെ നിന്ന് വിംസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയിട്ടുണ്ട്. 2 പേർ ICUവിലാണ്. ICUവിൽ ദിലീപ് എന്ന് പറയുന്ന പേഷ്യൻസ് കുറച്ച് ക്രിറ്റിക്കലാണ്. 5 പേർ വിംസ് ആശുപത്രിയിൽ ഇപ്പോഴും ട്രീറ്റ്മെന്റുമായി മുന്നോട്ട് പോകുന്നു. ക്യാമ്പ് പ്രവർത്തിക്കുന്നു. 23 കുടുംബങ്ങളിൽ അയച്ചുള്ള 76 പേരടങ്ങുന്ന ക്യാമ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. ആ ക്യാമ്പിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ചിൽഡ്രൻ പ്ലേ ഏരിയ ഉൾപ്പെടെ ക്രമീകരിക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ, പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ മുഴുവൻ ക്രമീകരിച്ചു കഴിഞ്ഞു. ഹിറ്റാച്ചി, JCB നിലവിലുള്ളതിന്റെ കൂടെ 4 സോണുകളാക്കിയും അതുപോലെ റോഡിന്റെയും പൂർണ്ണ തോതിലുള്ളതായ പരിശോധനയും റോഡ് ഗതാഗത യോഗ്യമാക്കാനും വേണ്ടിയിട്ടുള്ള നടപടികളുടെ ഭാഗമായി ഏതൊക്കെ അഡീഷണൽ ഉപകരണങ്ങൾ വേണം ആ ഉപകരണങ്ങൾ മുഴുവൻ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഓരോ കാര്യത്തിനുമുള്ള പ്രത്യേകമായിട്ടുള്ള ചുമതലകൾ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് പ്രത്യേകം കൊടുത്തു. ഉപകരണങ്ങളുടെ ചുമതല KRFB
KRFBക്ക് കൊടുത്തു. അത് ശ്രീ ജിതിൻ അതിന്റെ ചുമതല വഹിക്കും. ബോഡിയും പരിക്കേറ്റവരുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ചുമതല ഏകോപനം ജില്ലാ കളക്ടറും അതുപോലെ DMOയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. നാളെ ഇന്ന് പോലീസ് തന്നിട്ടുള്ള മറ്റുള്ള ആളുകൾ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ തന്നിട്ടുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ പൂർണ്ണ തോതിലുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടി അവിടേക്ക് പ്രവേശനം റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുക. വാഹനങ്ങളും വ്യക്തികളെയും ആ സംഭവ സ്ഥലത്തേക്ക് നാളെ പരിശോധന പൂർത്തിയാവുന്നത് വരെ സുഗമമായി അവരുടെ പ്രവർത്തനം ഏകോപിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നാളെ നിയന്ത്രണം ഉണ്ടാകും. നാളെ തന്നെ ഈ കാണാതായവരെ കണ്ടെത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും തുടരുകയാണ്. നാളെ തന്നെ അത് പൂർത്തിയാക്കാൻ പറ്റും എന്നാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. പേരുകൾ പറയാം. 5 പേരാണ് മിസ്സിംഗ്. ഒന്ന് വിക്രം റാണ, 2 രാഹുൽ, 3 മുഹമ്മദ് ഇമ്രാൻ, രാകേഷ്, അടുത്തത് അസറുദ്ദീൻ അൻസാരി. മരണപ്പെട്ട 3 പേർ ചന്ദ്രഭാൻ, വികാഷ് കുമാർ, ആൻമോൾ. ഈ 3 പേരാണ് മരണപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു വിവരം ഇതുവരെ ലഭ്യമല്ല. മറ്റ് സ്റ്റേറ്റുകളിൽ ഏതാ അത് NDRF ആണ് അതിന്റെ ഒരു ക്രമീകരണം ചെയ്യുന്നത്. NDRFന്റെ നേതൃത്വത്തിലാണ് 4 മേഖലകളാക്കി തിരിച്ച് ഡിവൈഡ് ചെയ്ത് അത് പരിശോധന നടത്തുമ്പോഴുള്ള ഒരു സമീപനം. നമ്മൾ കഴിഞ്ഞ സമയത്തും കഴിഞ്ഞ ചൂരമരം ഉണ്ടായ സമയത്തും വ്യത്യസ്തമായിട്ടുള്ള സോണുകളാക്കിയിട്ടാണ് നമ്മൾ അതിന്റെ ഓപ്പറേറ്റീവ് പാർട്ട് ചെയ്തത്. അതേ സമാനമായിട്ടുള്ള രീതിയിൽ ഇതിനും സോണുകളാക്കി തിരിച്ച് കൂടുതൽ പേരുള്ളതായിട്ടുള്ള ഒരു വിവരം നമുക്കില്ല. നിലവിലുള്ള കണക്ക് കൃത്യമാണ് എന്നുള്ളതാണ് നമ്മുടെ ബോധ്യം. ഈ ഒഫീഷ്യലല്ലാതെ ആരെങ്കിലും എത്തിപ്പെടാനുള്ള സാധ്യതയാണ്. പോലീസ് വിവരങ്ങളൊക്കെ വെച്ച് നോക്കി അങ്ങനെ വേറെ ആരും ഉണ്ടാവില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ഞങ്ങളെല്ലാം ഇന്ന് ഡിസ്കസ് ചെയ്തു. അവിടെ വഴിയാത്രക്കാർ, പോയിരുന്ന ആളുകൾ, മറ്റുള്ള അവിടെ നിർത്തിയിട്ടുള്ള വാഹനങ്ങളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എല്ലാം ഡിസ്കസ് ചെയ്തു. ആ ഡിസ്കഷന്റെ ഒക്കെ ഒരു അനുമാനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മിനിസ്റ്റർ, ഈ മരിച്ചവരുടെ പേരുകൾ ഒന്നുകൂടെ പറയാം. 3 പേരുടെ മരിച്ചവരുടെ 3 പേരുടെ ചന്ദ്രഭാൻ മധ്യപ്രദേശാണ്, വികാഷ് കുമാർ അദ്ദേഹം ബീഹാറാണ്, അൻമോൾ അദ്ദേഹം ജാർഖണ്ഡാണ്. അൻമോൾ ANMOL. ഏതാ ചികിത്സയിൽ കഴിയുന്ന മലയാളികളുണ്ട്. അവരൊരു എഞ്ചിനീയർ ഉണ്ട്, എറണാകുളത്ത് നിന്നുള്ളൊരു എഞ്ചിനീയർ.